ഹലോ നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സൽ ഫങ്ഷൻസ്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഒരു മൈക്രോസോഫ്റ്റ് എക്സലിൽ ഏകദേശം 341 അതിൽ കൂടുതലോ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിനകത്തുള്ള കുറച്ച് ഫങ്ഷൻസ് നമുക്ക് ഓരോ പാർട്ടായിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈക്വൽ ടു കൗണ്ട് എന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ കൗണ്ട് എന്ന ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തിനൊക്കെയാണ് കൗണ്ട് എന്ന് ഉപയോഗിക്കുന്നത്? അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്രൈറ്റീരിയയിൽ, അതായത് ഒരു ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളൊരു കോളം ഇതിങ്ങനെ സെലക്ട് ചെയ്യുന്നില്ലേ, ആ ഒരു കോളം, ഒരു വലിയൊരു കോളം നമ്മൾ സെലക്ട് ചെയ്യുക. ആ ഒരു ഏരിയക്കാണ് നമ്മൾ ക്രൈറ്റീരിയ എന്ന് വിളിക്കുന്നത്. ആ ഒരു ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനിൽ, അതായത് കൗണ്ട് എന്നുള്ളത് നമ്മൾ അതിനകത്ത് വാല്യൂസ് എത്ര കോളത്തിൽ വാല്യൂ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എത്ര കോളം ബ്ലാങ്ക് ആയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് അതിനകത്ത് എത്ര വാല്യൂസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. എന്നിങ്ങനെയുള്ള ഫംഗ്ഷനുകളാണ് കൗണ്ട് എന്ന ഫംഗ്ഷനിൽ വരുന്നത്. അത് നമുക്ക് അതിൽ ഓരോന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് താഴെ കാണുന്നില്ല കൗണ്ട് എന്ന് വരുന്നുണ്ട്. വെറും കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതിന് താഴെ കൗണ്ട് എ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതിന് താഴെ കൗണ്ട് ബ്ലാങ്ക് എന്ന ഫംഗ്ഷൻ ഉണ്ട്. അതിന് താഴെ കൗണ്ട് ഇഫ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. അതിന് താഴെ കൗണ്ട് ഇഫ് യെസ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. അതായത് ടോട്ടൽ 5 ഫംഗ്ഷൻ ഉണ്ട് കൗണ്ട് എന്ന ഫംഗ്ഷന് താഴെയായിട്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ഫംഗ്ഷനും എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കൗണ്ട് എന്ന ഫംഗ്ഷൻ ഈക്വൽ ടു കൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ. നമ്മളൊരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇതിൽ ഈക്വൽ ടു കൗണ്ട് എന്ന ഫംഗ്ഷൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈക്വൽ ടു കൗണ്ട് എന്ന് കൊടുത്തു നമ്മൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തു. ഇതിനകത്ത് എത്ര ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കിട്ടുക. അതായത് അതിനിടക്ക് ഏതെങ്കിലും ഒരു കോളത്തിൽ ടെക്സ്റ്റ് വാല്യൂ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ഹലോ എന്ന് കൊടുക്കുന്നു, ടെക്സ്റ്റ് വാല്യൂ ആണല്ലോ. അതായത് നമ്മൾ കൊടുത്ത ഒരു ഏരിയയിൽ എത്ര ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട് എന്ന് മാത്രമേ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ, ടോട്ടൽ ഇവിടെ 5 കോളമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിനകത്ത് ഒരു കോളത്തിൽ വാല്യൂ ഉണ്ട്, പക്ഷെ അത് ടെക്സ്റ്റ് ആയതുകൊണ്ട് അതിന്റെ എണ്ണം അത് കൗണ്ട് ചെയ്യില്ല. ഓക്കെ, അതാണ് കൗണ്ട് എന്ന ഫംഗ്ഷൻ. അതായത് ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ അത് കൗണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, പോരാ, നമുക്ക് എല്ലാ കൗണ്ട് ചെയ്യണം. അതായത് ന്യൂമറിക് വാല്യൂ ആയാലും ടെക്സ്റ്റ് ആയാലും ടോട്ടൽ അതിനകത്ത് ബ്ലാങ്ക് അല്ലാത്ത എത്ര കോളം ഉണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ കൗണ്ട് എ എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. കൗണ്ട് എ, അതിനാണ് കൗണ്ട് എ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. കൗണ്ട് എ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഒരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് 5 എന്ന വാല്യൂ കിട്ടി. അതായത് അവിടെ 5 വാല്യൂ ഉണ്ട്. അതായത് എല്ലാ കോളത്തിലും വാല്യൂസ് ഉണ്ട്. ഏതെങ്കിലും ഒരു കോളം നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഡിലീറ്റ് ചെയ്യുമ്പോൾ അവിടെ 4 എന്ന് വന്നു. കാരണം അതിനകത്ത് വേറെ വാല്യൂസ്, ആ ഒരു കോളം ബ്ലാങ്ക് ആണ്, അതിനകത്ത് വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഡിറ്റക്ട് ചെയ്യില്ല. അതിനകത്ത് നമുക്ക് വേറെ ടെക്സ്റ്റ് വാല്യൂ ടൈപ്പ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് വാല്യൂ കൊടുത്തു. അതായത് അപ്പൊ 5 എന്ന റിസൾട്ട് വന്നു. എല്ലാ കോളത്തിലും കണ്ടന്റ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അത് ടെക്സ്റ്റ് വാല്യൂ ആയാലും ന്യൂമറിക് വാല്യൂ ആയാലും അതിനകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് എത്ര കോളത്തിലുണ്ട് എന്നുള്ളതിന്റെ റിസൾട്ടാണ് കൗണ്ട് എ എന്ന ഫംഗ്ഷൻ. വെറും കൗണ്ട് എന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അതിനകത്ത് ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം കൗണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കാം. കൗണ്ട് ബ്ലാങ്ക് എന്ന ഫംഗ്ഷൻ ആണ്. അതിന്റെ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കൗണ്ട് ബ്ലാങ്ക്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയയിൽ ബ്ലാങ്ക് ആയിട്ടുള്ള എത്ര കോളം ഉണ്ട് എന്നാണ് നോക്കുന്നത്. 0 ആണ്. അതായത് അതിനകത്ത് എല്ലാ സെല്ലിലും വാല്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് 0 വന്നത്.
നമുക്ക് ഏതെങ്കിലും ഒരു സെല്ല് ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെല്ല് ഡിലീറ്റ് ചെയ്തു, അതിനകത്ത് വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു കോളം നമ്മൾ സെലക്ട് ചെയ്ത ക്രൈറ്റീരിയയിൽ ഒരു കോളം ഫ്രീ ആണ്, ഒരു കോളം ബ്ലാങ്ക് ആണ്. അതാണ് അതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഫംഗ്ഷൻ നോക്കാം. ഈക്വൽ ടു കൗണ്ട് ഇഫ് എന്നാണ്. കൗണ്ട് ഇഫ് അതായത് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന ക്രൈറ്റീരിയയിൽ ഗ്രേറ്റർ ദാൻ ഒരു സംഖ്യ അല്ലെങ്കിൽ ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന ഒരു, അതായത് നമ്മൾ കൊടുക്കുന്ന ക്രൈറ്റീരിയയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷന് മാച്ച് ആവുന്ന എന്തെങ്കിലും സംഭവങ്ങൾ, എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ അത് എത്ര കോളത്തിലുണ്ട്, അതാണ് കൗണ്ട് ഇഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയയിൽ ഇപ്പൊ നമ്മളിവിടെ 5 കോളം സെലക്ട് ചെയ്യുകയാണ്. അതിനകത്ത് നമ്മൾ 50 മുകളിലോ അല്ലെങ്കിൽ 50 ആയിട്ടുള്ള സംഖ്യകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എത്ര എണ്ണം, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലുള്ള കണ്ടീഷൻ ആണ് കൗണ്ട് ഇഫ് എന്ന ഫംഗ്ഷനിൽ വരിക. ഓക്കെ, നമ്മൾ ഈക്വൽ ടു കൗണ്ട് ഇഫ് ഒരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക, കോമ ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുക, ഗ്രേറ്റർ ദാൻ 50, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് 50 50 മുകളിലോ ഉള്ള സംഖ്യ. ഓക്കെ, ബ്രാക്കറ്റ് ഡബിൾ കോട്ട്സ് ഓപ്പൺ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പൊ 2 എന്ന റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് 50 എന്ന സംഖ്യ, 50 50 മുകളിലോ ഉള്ള 2 സംഖ്യകൾ നമ്മൾ ടൈപ്പ് ചെയ്ത കോളത്തിലുണ്ട്. ഉണ്ടല്ലേ, 50 ഒന്നും ഉണ്ട്, പിന്നെ അതിന് മുകളിലായിട്ട് 250 ഒന്നും ഉണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിന്റെ വാല്യൂ ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, 100 എന്നാക്കി കൊടുത്തപ്പോൾ ഇവിടെ റിസൾട്ട് നമുക്ക് 3 എന്ന സംഖ്യ, 3 എന്ന സംഖ്യ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷനിൽ മാച്ച് ആയിട്ടുള്ള എത്ര കോളങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അത് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് വേറെ, അതായത് ഈക്വൽ ടു കൗണ്ട് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, നമ്മൾ ഇവിടെ പേരുകൾ ടെക്സ്റ്റുകളുടെ ഒന്ന് നോക്കാം. ടെക്സ്റ്റുകളുടെ ഓക്കെ, ടെക്സ്റ്റുകളുടെ കോളം ഒന്ന്, ഒരു നെയിംസിന്റെ കോളം ഒരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്തു, കോമ, അതിനകത്ത് നമുക്ക് ബാബു എന്നു പേരുള്ള എത്ര പേരുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് വരുന്ന എത്ര കോളംസ് അതിനകത്തുണ്ട് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഈക്വൽ ടു എന്ന് കൊടുക്കുന്നുണ്ട്, ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടില്ലേ, അവിടെ 1 വന്നിട്ടുണ്ട്. അവിടെ ഈ നമ്മൾ സെലക്ട് ചെയ്ത കോളത്തിൽ അതിനകത്ത് ഒരു വാല്യൂ ബാബു എന്നാണ്. ഓക്കെ, അതാണ്. അപ്പൊ അതിനകത്ത് കൗണ്ട് ഇഫ് എന്നുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. കൗണ്ട് ഇഫ് അതായത് നമ്മൾ എന്ത് കണ്ടീഷനാണോ കൊടുക്കുന്നത് അതിന് മാച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇനി വേറെ ഫംഗ്ഷൻ ഉള്ളത് കൗണ്ട് ഇഫ് യെസ് എന്നാണ്. അതായത് 2 ക്രൈറ്റീരിയയിൽ 2 കോളങ്ങളുടെ ഒരു സെൽ, 2 കോളങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് രണ്ടിലും ഒരുപോലെ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ, അതായത് ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മളിതൊരു സ്റ്റുഡൻസിന്റെ മാർക്കിന്റെ ടേബിൾ ആണല്ലോ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കണം. അതായത് ഈ സ്റ്റുഡന്റിന് ഇവിടെ ഓരോ സബ്ജക്റ്റ് ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അങ്ങനെയുള്ള സബ്ജക്റ്റ് ആണ് മുകളിൽ. അതിന്റെ ടോട്ടൽ മാർക്കുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുക. അതായത് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിന് മാത്സിന്റെ മാർക്ക്, മാത്സിലുള്ള മാർക്ക് 50 മുകളിലും ടോട്ടൽ മാർക്ക് 150 മുകളിലും ഉള്ളവർ എത്ര പേരുണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഒരു ചെറിയ ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇതൊരു വലിയ ലിസ്റ്റ് ആണെങ്കിൽ അതിനെ കുറിച്ചാണ് കേട്ടോ. ഇത് നമ്മള് ഫങ്ഷൻസ്, നമ്മൾ ഇതിനകത്ത് എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്നത്, ചെറിയ ടേബിൾ വെച്ച് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ഫങ്ഷൻസ് വരുന്നത് പ്രാക്ടിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ വരുന്നത് മിക്കവാറും വലിയ ടേബിൾസ് ആയിരിക്കും. അപ്പോ ഇതൊരു വലിയ ടേബിൾ ആണെന്ന് തന്നെ അസ്യൂം ചെയ്യാം. ഓക്കെ, നമുക്ക്
കണ്ടീഷൻ കൊടുക്കേണ്ടത് ഇവിടെ മാത്സ് എന്നുള്ള കോളത്തിൽ 50 മുകളിൽ മാർക്കുള്ളവരും ടോട്ടൽ കോളത്തിൽ 150 എന്നുള്ള മാർക്കിന് മുകളിലും ഉള്ള എത്ര പേരുണ്ട്, എത്ര കോളംസ് ഉണ്ട്, അതാണ് ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേ വരേണ്ടത്. അങ്ങനെ രണ്ട് കണ്ടീഷൻ കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ്, രണ്ട് കോളത്തിൽ ഉള്ള കണ്ടീഷൻ കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ് കൗണ്ട് ഇഫ് യെസ് എന്ന കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യാം. കൗണ്ട് ഇഫ് യെസ്, ഫസ്റ്റത്തെ ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കേണ്ടത് മാത്സ് എന്ന കോളമാണ്. ഓക്കെ, D8 മുതൽ D12 വരെയുള്ളത്, അതാണ് സെൽ അഡ്രസ് വരുന്നത്. റേഞ്ച് എന്നാണ് അതിന് പറയാം. ഓക്കെ, അത് കോമ കൊടുക്കുന്നു, ഡബിൾ കോട്ട്സ്, ഗ്രേറ്റർ ദാൻ 50. ഗ്രേറ്റർ ദാൻ 50 മുകളിലുള്ള മാത്സ് എന്ന സബ്ജക്റ്റിൽ 50 മുകളിലുള്ളവർ, കോമ, അടുത്ത ക്രൈറ്റീരിയ വരുന്നത് ടോട്ടൽ ആണ്. അതായത് ടോട്ടൽ എന്ന കോളത്തിൽ എത്ര പേർക്ക്, അതായത് ടോട്ടൽ എന്ന കോളം നമ്മളൊരു ക്രൈറ്റീരിയ ടോട്ടൽ എന്ന കോളങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തു, കോമ ഇട്ട് കൊടുത്തു, ഡബിൾ കോട്ട്സ്, ഗ്രേറ്റർ ദാൻ 150. ഓക്കെ, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിക്കാം. അതായത് മാത്സ് എന്ന കോളത്തിൽ 50 മുകളിലും ടോട്ടൽ എന്ന കോളത്തിൽ 150 മുകളിലുമുള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. 0 ആണ്. അതായത് ഇപ്പൊ ഇവിടെ മാത്സ് എന്ന കോളത്തിൽ ആരും 50 മുകളിൽ ഇല്ല, എന്നാൽ ടോട്ടൽ എന്ന കോളത്തിൽ 150 മുകളിലുള്ള വാല്യൂസും ഉണ്ട്. പക്ഷെ എന്താണ്, രണ്ട് ഇക്വേഷനും മാച്ച് ആവുന്ന തരത്തിൽ ഒറ്റ സ്റ്റുഡൻസും ഇല്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കുകളൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. 51 ഒന്ന് കൊടുത്തു. ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ 51 കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്പുറത്തെ ടോട്ടൽ എന്ന കോളത്തിൽ സം എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അതിനകത്ത് സം കൊടുത്തിട്ടില്ല. ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. ആ ടോട്ടലിന്റെ ഫംഗ്ഷൻ ഒന്ന് കൊടുക്കട്ടെ. ടോട്ടൽ എന്ന കോളത്തിൽ ഉള്ള മാർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു സം. ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതായത് അതിന്റെ കോളത്തിലുള്ള ഇക്വേഷൻ താഴേക്ക് ഫയൽ മാനേജർ വെച്ചിട്ട് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ വന്നു. അതായത് മാത്സ് എന്ന കോളത്തിൽ നമുക്കിവിടെ 51 എന്നുള്ള വാല്യൂ, അതായത് 50 മുകളിലാണല്ലോ 51 എന്ന് വരുന്നത്, 51 എന്നുള്ള വാല്യൂ അത് മാച്ചായി. ഇപ്പുറത്ത് 150 മാച്ച് ആയിട്ട് ഒരു വാല്യൂ ഉണ്ട്. അതായത് അങ്ങനെ വരുന്ന, അതായത് രണ്ട് കണ്ടീഷനും ഓക്കെ വരുന്ന ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അതാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. വേറെ ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അതിപ്പോ രണ്ട് കോളങ്ങൾ, അത് രണ്ട് കണ്ടീഷനും എക്സാക്ട് മാച്ച് ആയിട്ടുള്ള, രണ്ട് കണ്ടീഷനും മാച്ച് ആയിട്ടുള്ള രണ്ട് കോളങ്ങളാണ് ഉള്ളത്. അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് കണ്ടീഷനാണ്. മാത്സ് എന്ന കോളത്തിൽ 50 മുകളിലും ടോട്ടൽ എന്ന കോളത്തിൽ 150 മുകളിലുമുള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് നോക്കുന്നത്. അങ്ങനെയുള്ള രണ്ട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്കിവിടെ റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കൗണ്ട് എന്ന ഫംഗ്ഷനാണ്. ഈക്വൽ ടു കൗണ്ട്, അതുപോലെ തന്നെ കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ കൗണ്ട് ഇഫ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൗണ്ട് ഇഫ് യെസ്, അതായത് 5 ഫംഗ്ഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, അതായത് ഡൗട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഇതിലും കൂടുതലുള്ള ഫങ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.